ഈ സാറ് പാമ്പാടി ഡിസ്ട്രിക്റ്റ് ശക്തമായി നയിക്കുന്ന ഇൻസ്പെക്ടർ പ്രീതം രാജേഷ്, അതുപോലെ തന്നെ സെക്രട്ടറി സജി, ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിയിൽ സജീവമായി പങ്കെടുക്കുകയും അതിനുള്ള ആളുകളെ പരിശീലിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട സൺഡേ സ്കൂൾ അധ്യാപകരായിട്ടുള്ള സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എന്നെ ഈ മീറ്റിങ്ങിലേക്ക് ഒരു മാസത്തിനപ്പുറത്ത് പ്രസിഡന്റ് പെരുമാളച്ചൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞാൽ ഞാൻ വരുന്നില്ല, ഞാൻ ഇത്തരത്തിലുള്ള പൊതുവേദികളൊക്കെ മാറി നിൽക്കുകയാണ്. അപ്പം ഞാനും അച്ഛനുമായി ഒന്നിച്ച് പേരുവീട് എഞ്ചിനീയറിംഗ് കോളേജിൽ 6 വർഷം ഒന്നിച്ച് പ്രവർത്തിച്ചതിൻ്റെ ആ സ്വാതന്ത്ര്യത്തിൽ അച്ഛൻ പറഞ്ഞു, സാർ വന്നേ പറ്റുള്ളൂ. അവസാനം ഞാൻ ആ നിർബന്ധത്തിൽ പറയും. തൊട്ട് പിന്നാലെ രാജേഷിനെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ ഇങ്ങനെ ഇവിടെ ക്ലാസ് എടുക്കാനായിട്ട് വരണം. ഞാൻ അദ്ദേഹത്തോട് ഉടനെ പറഞ്ഞ മറുപടി, രാജേഷ്, ഞാൻ ഒരു ഔട്ട്ഡേറ്റഡ് പാർട്ടിയാണ്, ഈ കാലഘട്ടത്തിനോ പുതിയ സാഹചര്യങ്ങൾക്കോ പറ്റിയ ആളല്ല. ഞാൻ ഔട്ട്ഡേറ്റഡ് അങ്ങനെ ഞാൻ ഔട്ട്ഡേറ്റഡ് ആണ്. രാജേഷിനോട് പറഞ്ഞു, ഞങ്ങൾക്കിപ്പോൾ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ആളുകളെയാണ് ആവശ്യം, അതുകൊണ്ട് സാറ് വന്നേ പറ്റും. ഈ 2 ആളുകൾ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞാനിവിടെ വന്നത്. പിന്നെ ഈ ഔട്ട്ഡേറ്റഡ് ആയിട്ടും വരണമെന്നൊക്കെ പറഞ്ഞപ്പോഴേ എൻ്റെ മനസ്സിൽ തോന്നിയത് ഈ സമൂഹത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന ആളുകളെ പിടിച്ചു നിർത്താനായിട്ട് ചില ഈ സിംഹവാലം കുറഞ്ഞതിനെയൊക്കെ പിടിച്ചു നിർത്താനായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഔട്ട്ഡേറ്റഡ് ആയിരിക്കുന്ന ആളുകളെ, അന്യം നിന്ന് പോകുന്ന ആളുകളെ സജീവമാക്കി നിർത്താൻ വേണ്ടി ഒരു ശ്രമത്തിന്റെ ഭാഗമായാണ് എന്നെ വിളിച്ചത്. പക്ഷെ ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഔട്ട്ഡേറ്റഡ് ആയെങ്കിലും എന്നോടൊപ്പം ഒരു കാലഘട്ടത്തിൽ സൺഡേ സ്കൂൾ അധ്യാപകരായിരുന്ന ആളുകളൊക്കെ ഇപ്പോഴും സജീവമായി ഇവിടെ നിൽക്കുന്നു. പ്രിയപ്പെട്ട ജോർജ് സാറ്, അങ്ങോട്ട് നോക്കുമ്പോൾ ജേക്കബ് സാറ് ഒക്കെ ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ ഔട്ട്ഡേറ്റഡ് ആയെങ്കിലും അവരൊക്കെ ഇപ്പോഴും റീമോഡിഫൈ ചെയ്ത് ഈ കാലഘട്ടത്തിനനുസൃതമായി ജീവിക്കാൻ കഴിയുന്നു. നമുക്കറിയാം, പല ജീവജാലങ്ങളും സമൂഹത്തിൽ ഈ പ്രകൃതിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. എന്നാൽ ആവാസ വ്യവസ്ഥയ്ക്ക് അനുസൃതമായി സ്വന്തം സ്വഭാവവും രീതിയും കെട്ടപ്പെട്ട ആ ജീവജാലങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയും എന്ന് പറഞ്ഞ പോലെ ജോർജ് സാറിന്, ജേക്കബ് സാറിനെ പോലെയുള്ള ഒരു പറ്റം സീനിയർ ആളുകൾ ഇത്ര കാലങ്ങൾ കഴിഞ്ഞിട്ടും കാലത്തിന് ഒത്തിരി മാറ്റമുണ്ടായിട്ടും സമൂഹത്തിന് ഒത്തിരി മാറ്റമുണ്ടായിട്ടും അതിനനുസരിച്ച് അവരത് ഉൾക്കൊണ്ട് ഇപ്പോഴും സജീവമായി നിലനിൽക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമാണ്. ഈ ഒരു സന്ദർഭത്തിൽ ഞാനൊരു വിഷയം ഇവിടേക്ക് സെലക്ട് ചെയ്തത് തലമുറ മാറ്റവും ക്രിസ്തു ദർശനവും എന്നുള്ളതാണ്. നമ്മളൊക്കെ ഈ തലമുറ മാറ്റത്തെക്കുറിച്ച്, തലമുറ വിടവിനെ കുറിച്ച് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ താഴെയുള്ള തലമുറ നമ്മളോട് അടുത്ത് വരുമ്പോൾ നമ്മൾ പറയും ജനറേഷൻ ഗ്യാപ്പ് എന്ന് പലപ്പോഴും പറയാം. എന്നാൽ ഇന്ന് വന്നിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ജനറേഷൻ ഗ്യാപ്പ് അല്ല. ഇപ്പൊ വന്നിരിക്കുന്നത് ഒരു തലമുറയുടെ മാറ്റം. ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കറിയാം, ഓരോ കാലം കഴിയുമ്പോഴും തൊട്ട് പിന്നാലെ വരുന്ന ആളുകളോട് നമ്മൾ പറയും തലമുറ വിടവുണ്ട്, അല്ലെങ്കിൽ ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറയില്ല, നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നൊക്കെ നമ്മൾ പറയാം. എന്നാൽ ഇന്ന് വന്നിരിക്കുന്ന വലിയൊരു മാറ്റം എന്ന് പറയുന്നത് തലമുറ തന്നെ മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, 2010 മുതൽ ഈ 2025 വരെ ജനിച്ചിട്ടുള്ള തലമുറയെ വിശേഷിപ്പിക്കുന്ന പേരെന്താണെന്ന് അറിയാമല്ലോ? ആൽഫ ജനറേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ആൽഫ ജനറേഷൻ. നമ്മൾ പഠിച്ചു വളർന്ന ഇവിടുത്തെ സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കറിയാം, അവർ പഠിച്ചു വളർന്ന സാഹചര്യമല്ല, അവർ ജീവിച്ച സാഹചര്യമല്ല, അവരുടെ ചുറ്റുപാടുകളല്ല ഇന്ന് 2010 മുതൽ 2025 വരെയുള്ള ആൽഫ ജനറേഷൻ എന്നറിയപ്പെടുന്ന ഈ ജനറേഷൻ ജീവിക്കുന്നു. എന്താ ഈ ആൽഫ ജനറേഷന്റെ പ്രത്യേകത? നമ്മൾ പറയാം, ഒരു ഡിജിറ്റൽ യുഗത്തിൽ, ഒരു ഡിജിറ്റൽ സാഹചര്യത്തിൽ ജനിച്ച വളരുന്ന കുട്ടികളാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. അപ്പൊ സൺഡേ സ്കൂൾ അധ്യാപകരായ നമ്മളെ സംബന്ധിച്ച് നമ്മളത് പറയുമ്പോൾ ക്ഷമിക്കണം, ഞാൻ പണ്ട് സൺഡേ സ്കൂൾ അധ്യാപകനായിരുന്നു. അതുകൂടി ഓർമ്മിക്കട്ടെ. ഞാൻ ഓർക്കുകയാണ്, ഈ പാമ്പാടി ഡിസ്ട്രിക്റ്റിന്റെ ഭാഗമായിരുന്നു ഞാൻ ഉൾപ്പെടുന്ന നെടുമാവ് പള്ളി. അന്ന് സഭ ഒന്നിച്ചു നിൽക്കുന്ന കാലത്ത് സെന്റ് സൈമൺസ് യാക്കോബായ ദേവാലയം വെള്ളൂർ മുതൽ അങ്ങ് കനകപ്പുരം വരെയുള്ള പള്ളികൾ പാമ്പാടി ഡിസ്ട്രിക്റ്റിന്റെ ഭാഗമാണ്. ആ പാമ്പാടി ഡിസ്ട്രിക്ട് പിന്നീട് വിഭജിക്കപ്പെട്ട വാഴൂർ ഡിസ്ട്രിക്റ്റായി
വീണ്ടും വാഴൂർ ഡിസ്ട്രിക്ട് വിഭജിക്കപ്പെട്ട മുണ്ടക്കയം ഡിസ്ട്രിക്റ്റ്. ആ കാലഘട്ടത്തിൽ ഈ പ്രദേശത്തെ അധ്യാപകരെല്ലാം കൂടി ഒന്നിച്ചു കൂടുന്നവരെ മഹാ ഉത്സവം. ഇതിനേക്കാളൊക്കെ അധികം ആളുകൾ ഈ 8ാം മൈൽ മുതൽ കനകപ്പല വരെയുള്ള ആളുകൾ പാമ്പാടി ഡിസ്ട്രിക്റ്റിന്റെ കീഴിൽ അന്നത്തെ ഇൻസ്പെക്ടറായിരുന്ന സി ഗുരുള സാറിന്റെ നേതൃത്വത്തിലുള്ള സൺഡേ സ്കൂൾ അധ്യാപക സമ്മേളനം. ഒന്നുകൂടി ഞാൻ ഓർമ്മിക്കട്ടെ, ഞാൻ ആദ്യമായി ഫസ്റ്റ് ഇയർ ഡിഗ്രിക്ക് അവധിക്കാലത്താണ് സൺഡേ സ്കൂൾ അധ്യാപക പരിശീലനത്തിന് പോകുന്നത്. അത് കോട്ടയം പഴയ സെമിനാരിയിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന അധ്യാപക പരിശീലനമാണ്. അവിടെ താമസിച്ച് ആ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു. അന്ന് ആ പരിശീലന പരിപാടിയിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ ഞാനായിരുന്നു. കാരണം ഫസ്റ്റ് ഇയർ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ഈ സൺഡേ സ്കൂൾ അധ്യാപകനായി ചുമതലയേൽക്കുന്നതും ആ വർഷത്തിന്റെ അവധിക്ക് ട്രെയിനിങ്ങിന് വേണ്ടി പോകുന്നത്. ഞാൻ പറഞ്ഞത് അത്രമാത്രം ശക്തമായി പ്രവർത്തിച്ചിരുന്ന ഒരു ഡിസ്ട്രിക്റ്റാണ് പാമ്പാടി ഡിസ്ട്രിക്ട്. ഇപ്പോൾ 12-14 പള്ളികൾ ഒതുങ്ങുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൽ വലിയൊരു വിസ്തൃതമായ മേഖലയിൽ വളരെയധികം പള്ളികൾ ഉൾക്കൊള്ളുന്ന, വളരെയധികം അധ്യാപകർ ഉൾക്കൊള്ളുന്ന ഒരു ഡിസ്ട്രിക്റ്റ് ആയിരുന്നു എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഈ തലമുറയെ സംബന്ധിച്ച് നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള, നമ്മൾ കണ്ടിട്ടുള്ള ലോകമല്ല പുതിയ തലമുറയുടെ മുമ്പിലുള്ളത്. അവര് ഒരു ഡിജിറ്റൽ യുഗത്തിൽ എന്ന് പറയാൻ പറ്റില്ല, ഡിജിറ്റൽ പൗരന്മാരായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ അവർ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നത് എന്ന കാര്യത്തെ കുറിച്ച് നമുക്ക് തിരിച്ചറിവുണ്ടാണ്. കാരണം ഇതിനു മുൻപ് നമ്മൾ പഠിപ്പിച്ച വിദ്യാർത്ഥികളെ മാനസിക അവസ്ഥയല്ല, അവരുടെ ചുറ്റുപാടുകളല്ല, അവരുടെ സാമൂഹിക കാഴ്ചപ്പാടല്ല, ഈശ്വരനെ കുറിച്ച്, ദൈവത്തെ കുറിച്ചുള്ള അവരുടെ സങ്കല്പം, ഇതെല്ലാം ഈ കഴിഞ്ഞ 10-15 വർഷം കൊണ്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മുമ്പിലിരിക്കുന്ന കുട്ടികൾ ആൽഫ ജനറേഷന്റെ പ്രതിനിധികളാണെങ്കിൽ അവർ മാറ്റങ്ങൾക്ക്, അവരുടെ ജീവിതത്തെ സംബന്ധിച്ച മാറ്റങ്ങൾക്ക് അതിവേഗതയാണ്. ചെറിയ വേഗതയല്ല, അതിവേഗതയാണ്. മാനവ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ആ കുഞ്ഞുങ്ങൾ കടന്നു പോകുന്നത്. വരാൻ പോകുന്ന 10 വർഷം കഴിയുമ്പോൾ ഈ സമൂഹത്തിൽ, ഈ ലോകത്ത് ഉണ്ടാകാൻ പോകുന്ന അത്ഭുതങ്ങൾ എന്താണെന്ന് നമുക്കിപ്പോഴും നിർവചിക്കാനോ പറയാനോ കഴിയും. അപ്പൊ അത്തരത്തിലുള്ള ഒരു തലമുറ നമ്മുടെ മുമ്പിലിരിക്കുമ്പോൾ, അവർക്ക് വേണ്ടി നമ്മൾ സജ്ജരാകുമ്പോൾ ഒത്തിരിയേറെ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലും, നമ്മുടെ കാഴ്ചപ്പാടിലും, നമ്മുടെ ഇടപെടലിലും, നമ്മുടെ സംവേദനത്തിലും ഉണ്ടാകും. അതിനെക്കുറിച്ചൊക്കെ ശക്തമായി പറയാൻ കഴിയുന്നതാണ് നമ്മുടെ ഒപ്പം. അപ്പൊ ഞാനിത് പറഞ്ഞത് ഈ ഒരു കാലഘട്ടത്തിലാണ് ഈ കുട്ടികൾ നമ്മുടെ മുമ്പിലിരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി ഓർക്കേണ്ടത്, ഞാൻ ജീവിക്കുന്ന ഈ കാലഘട്ടത്തെ കുറിച്ച് വിശേഷിപ്പിക്കുന്നത് സത്യാനന്തര കാലം എന്നാണ്. സത്യാനന്തര കാലം നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവും. സത്യാനന്തര കാലം എന്താണ്? 2016 ഓക്സ്ഫോർഡ് ഡിക്ഷണറി ആ വർഷത്തെ പദമായി സ്വീകരിച്ചിട്ടുള്ള എന്നാണ് സത്യാനന്തര കാലം എന്നുള്ളത്. എന്താണ് സത്യാനന്തര കാലം? പച്ചക്കള്ളം സത്യമായി അവതരിപ്പിച്ച് മനുഷ്യ മസ്തിഷ്കത്തിലേക്ക് അത് പ്രവേശിപ്പിക്കുകയും അതിനനുസരിച്ച് അവരെ മാറ്റിയെടുക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് സത്യാനന്തര കാലം എന്ന് പറയുന്നത്. നാം ഇന്ന് ജീവിക്കുന്നത് ഒരു സത്യാനന്തര കാലത്താണ്. നമുക്കറിയാമല്ലോ, നാം ഇന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിൽ സത്യമേതാണ് അസത്യമേതാണ് നമുക്ക് പലപ്പോഴും തിരിച്ചറിയാൻ കഴിയും. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലേക്ക് പച്ചയായ കള്ളം നിരന്തരമായി സന്നിവേശിപ്പിച്ച് നമ്മളെ അത് വിശ്വസിപ്പിക്കുന്ന ഒരു കാലഘട്ടം. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തെ വിളിക്കുന്നത് സത്യാനന്തര കാലം. ഇപ്പൊ 2 കാര്യങ്ങൾ ഓർക്കുക. ഒന്നാമത്തെ കാര്യം, നമ്മൾ മുമ്പിലിരിക്കുന്നത് ആൽഫ ജനറേഷൻ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സത്യാനന്തര കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ സത്യാനന്തര കാലം ഈവൽ സത്യം എന്നൊക്കെ പറയും. ഒരേ അസത്യം നിരന്തരമായി സത്യമാണ് എന്ന തരത്തിൽ അവതരിപ്പിച്ച് ആളുകളുടെ മസ്തിഷ്കത്തിലേക്ക് പ്രവേശിക്കുന്നതിനാണ് ഈവൽ തന്ത്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് സത്യാനന്തര കാലത്തിന് ഒരു ഡെഫിനിഷൻ കൊടുക്കുന്നുണ്ട്. സത്യമെന്ന് തോന്നുന്ന വിധം അതിവിദഗ്ധമായി സത്യവിരുദ്ധമായ വസ്തുതകൾ, പച്ചക്കലങ്ങൾ ആവർത്തിച്ച് പറഞ്ഞ് പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് മനസാക്ഷിക്കുത്തോ കുറ്റബോധമോ ഇല്ലാത്ത കാര്യം നേടുന്ന നവീന ശക്തി. അതായത് പച്ചക്കള്ളം നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് പ്രവേശിപ്പിച്ച്, ആ പ്രവേശിപ്പിക്കുക മാത്രമല്ല, അത് പ്രവേശിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു കുറ്റബോധമില്ല, മനസാക്ഷിക്കില്ല. അത്തരത്തിൽ നമ്മളിലേക്ക് പച്ചക്കള്ളങ്ങൾ പ്രവേശിപ്പിക്കുന്ന ഒരു സത്യാനന്തര കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ നമ്മുടെ മുമ്പിലിരിക്കുന്ന കുട്ടികൾ എന്ന് പറയുന്നത് ആൽഫ ജനറേഷൻ. രണ്ടാമതായി പറയുന്നു ഒരു സത്യാനന്തര കാലത്ത് ജീവിക്കുന്ന കുട്ടികളാണ്. അവരിലേക്കാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ മതങ്ങൾ അല്ലെങ്കിൽ പൊതുസമൂഹം ഒത്തിരിയേറെ ആദർശങ്ങളും അതുപോലെ തന്നെ മൂല്യബോധവും അവരിലേക്ക് തന്നിരുന്നു. എന്നാൽ ഇന്ന് ആ
മൂല്യബോധം തരുന്നില്ല എന്ന് മാത്രമല്ല, ഇത്തരത്തിലുള്ള അസത്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. നമുക്കറിയാം, നമ്മുടെയൊക്കെ മുമ്പിൽ ലൈബ്രറിയിലായിട്ടുള്ള വീടുകളിലായിട്ടുള്ള 3 പത്രം എടുത്ത് മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ 3 പത്രത്തിലെയും വാർത്തകൾ എത്രയോ വ്യത്യസ്തമായിരിക്കും, പരസ്പര വിരുദ്ധമായിരിക്കും. ഇതിൽ ഏതാണ് സത്യം എന്നതിനെ കുറിച്ച് നമുക്ക് വലിയൊരു അന്വേഷണത്തിൽ നടത്തുന്നത്. അപ്പോൾ ഇവിടെ സത്യാനന്തര കാലത്ത് ഇത്തരത്തിലുള്ള കള്ളങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ നമ്മളെല്ലാം സ്വാധീനിക്കുന്നത് പരസ്യങ്ങളും മാധ്യമങ്ങളും. നമ്മളെല്ലാം മുതിർന്ന തലമുറയെല്ലാം ഈ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിലെ പഠിതാക്കളാണ്. രാവിലെ എഴുന്നേൽക്കുക, വാട്സാപ്പ് നോക്കുന്നു, വാട്സാപ്പിനകത്ത് വിവിധ നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ ഒക്കെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുക. ഏതൊക്കെ മരുന്ന് കഴിച്ചാൽ ആരോഗ്യം ഉണ്ടാകും, ഏതൊക്കെ പച്ചക്കറി കഴിച്ചാൽ രോഗം മാറും എന്ന് തുടങ്ങി ഈ അണ്ടഗ്രാഹത്തിലെ മുഴുവൻ വിവരങ്ങളും വിവരിക്കുന്ന വാട്സാപ്പ് സന്ദേശങ്ങളാണ് ഇന്ന് മുതിർന്ന തലമുറയെ പോലും സ്വാധീനിച്ചത്. അപ്പൊ ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ പരസ്യങ്ങൾ, ഈ മീഡിയാസ് നമ്മളെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക. അവിടെയെല്ലാം വരുന്നത് നോക്കിക്കൊള്ളുക, ഒട്ടുമിക്കതും പച്ചക്കള്ളങ്ങളായിരിക്കും. ഈ പച്ചക്കള്ളങ്ങൾ നിരന്തരമായി പറഞ്ഞ് സത്യമാണെന്ന് തോന്നിപ്പിക്കുന്ന സത്യാനന്തര കാലത്താണ് നമ്മുടെ മുമ്പിൽ ഈ കൊച്ചുകുട്ടികളിരിക്കുന്നത്. ഇപ്പൊ ഞാൻ പറയുന്നത്, ഇന്ന് 2010 മുതൽ 2025 വരെ ജനിച്ച കുട്ടികൾ എന്ന് പറയുമ്പോൾ 15 വയസ്സ് വരെയുള്ള കുട്ടികൾ, അവരെല്ലാം ഈ സത്യാനന്തര കാലത്ത് ജീവിക്കുന്നവരാണ്. അതുപോലെ തന്നെ എങ്ങനെയുള്ളവരാണ് അവരെ സംബന്ധിച്ച് ആൽഫ ജനറേഷൻ, അതിവേഗം ഡിജിറ്റൽ യുഗത്ത് ജീവിക്കുന്ന ഈ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ദൈവത്തെ കണ്ടെത്തുവാനുള്ള അവസരം പറഞ്ഞു കൊടുക്കാനുള്ള വലിയ ഒരു ഉത്തരവാദിത്വം. പൊതുസമൂഹവും പൊതുവിദ്യാഭ്യാസവും പരാജയപ്പെട്ടു നിൽക്കുന്ന സാഹചര്യത്തിൽ അത് രണ്ടും പരാജയപ്പെടുമ്പോൾ അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഏക ഉപാധി എന്ന് പറയുന്നത് ദേവാലയങ്ങളും പരിശീലിപ്പിക്കപ്പെടുന്ന കുട്ടികളും. അപ്പൊ ദേവാലയങ്ങളിൽ പരിശീലിപ്പിക്കപ്പെടുന്ന കുട്ടികൾക്ക് സാമൂഹിക ബോധവും പൗരബോധവും അതിലുപരി ഈശ്വര ദർശനവും ഉണ്ടാകും. ആ ഈശ്വര ദർശനം കൊടുക്കാൻ കഴിയണമെങ്കിൽ ആർക്കാണ് കൊടുക്കാൻ കഴിയുക? തീർച്ചയായും സൺഡേ സ്കൂൾ അധ്യാപകർ. ഒരു സൺഡേ സ്കൂൾ അധ്യാപകരെ സംബന്ധിച്ച് ഒന്നാമത്തെ നമ്മുടെ യോഗ്യത എന്ന് പറയുന്നത് ദൈവത്തെ അറിയുന്നവരാവണം, ദൈവത്തെ അറിയിക്കുന്നവരാണ്. ദൈവത്തെ അറിയുന്നവരാണ്, ദൈവത്തെ അറിയിക്കുന്നവരാണ്. 91 സങ്കീർത്തനം 14 വാക്യത്തിൽ പറയുന്നത്, അവൻ എന്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും, ഞാൻ അവനെ ഉയർത്തും. ഹോശാന ബൈബിൾ ഞാൻ അവനെ സംരക്ഷിക്കുന്നു പറയും. നമ്മൾ ഉപയോഗിക്കുന്ന ബൈബിൾ പറയും ഞാൻ അവനെ ഉയർത്തുന്നു. അവനെന്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ ഉയർത്തും. ദൈവനാമം അറിയുക, അത് അറിയിക്കുക, ഇത് രണ്ടുമാണ് ഒരു അധ്യാപകനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. ദൈവനാമം അറിയുന്നു, ദൈവനാമം അറിയിക്കുന്നു. അതുകൊണ്ട് പറയുന്നു, we represent him and we present him. നമ്മൾ ദൈവത്തെ പ്രതിനിധീകരിക്കുന്നു, ദൈവത്തെ അവതരിപ്പിക്കുന്നു. ഞാൻ ദൈവത്തെ പ്രതിനിധീകരിക്കുന്നു, ഞാൻ ദൈവത്തെ അവതരിപ്പിക്കുന്നു. എങ്ങനെയാണ് ദൈവത്തെ അവതരിപ്പിക്കുന്നത്? വിത്ത് അവർ വേർഡ്സ്, വിത്ത് അവർ ആക്ഷൻ ആൻഡ് വിത്ത് അവർ ലൈഫ്. നമ്മുടെ വാക്കുകൾ കൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട്, നമ്മുടെ ജീവിതം കൊണ്ട് നാം ദൈവത്തെ അറിയിക്കുകയാണ്. നാം ദൈവത്തിന്റെ പ്രതിനിധികളാണ്. റെപ്രസെന്റേറ്റീവ്സ് ഓഫ് ഗോഡ്. നമ്മൾ ദൈവത്തിന്റെ റെപ്രസെന്റേറ്റീവ്സ്. അതുകൊണ്ട് തന്നെ ആ ദൈവത്തെ പ്രസന്റ് ചെയ്യുവാനുള്ള വലിയ ഒരു ഉത്തരവാദിത്വം സൺഡേ സ്കൂൾ അധ്യാപകർ എന്ന നിലയ്ക്ക് നമുക്കെല്ലാമുണ്ട്. നമ്മളവരെ പ്രസന്റ് ചെയ്യും. ദൈവത്തെ പൊതുസമൂഹത്തിന് മുമ്പിൽ നമ്മൾ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നത്? വിത്ത് അവർ വേർഡ്സ്, നമ്മുടെ വാക്കുകൾ കൊണ്ട്, വിത്ത് അവർ ആക്ഷൻസ്, നമ്മുടെ പ്രവൃത്തി കൊണ്ട്, ആൻഡ് വിത്ത് അവർ ലൈഫ്, നമ്മുടെ ജീവിതം കൊണ്ട്. അവിടെ പറയണമെന്നില്ല, പ്രവർത്തിക്കണമെന്നില്ല, നമ്മുടെ ജീവിതം കണ്ട് ആളുകൾ ദൈവത്തെ കാണാനായിട്ട് കഴിയും. ഇത് പറയുമ്പോൾ ഒരു സംഭവ കഥ ഞാൻ ഓർമ്മിപ്പിക്കും. കഥയല്ല, നടന്ന സംഭവം. 2012 നവേല എന്ന് പറയുന്ന സ്ഥലത്ത് ലോക ക്രോസ് കൺട്രി മത്സരം നടക്കുകയാണ്. ക്രോസ് കൺട്രി മത്സരം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് അറിയാമല്ലോ, വളരെ ദൈർഘ്യമുള്ള ഒരു ഓട്ട മത്സരം. ഈ ഓട്ട മത്സരം ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കുന്നു. ഓട്ട മത്സരത്തിന്റെ അവസാന ഭാഗം എത്തുമ്പോഴേക്കും 2 പേരാണ് മുമ്പിലെത്തുന്നത്. ഒന്ന് കെനിയൻ റണ്ണറായിട്ടുള്ള ആബേൽ എന്ന് പറയുന്ന
അതിന് പുറകിൽ സ്പാനിഷ് റണ്ണറായ ഇവാൻ ഫെർണാണ്ടസ്, ഈ രണ്ടാളുകൾ ഓടിക്കൊണ്ടിരിക്കും. റോസ് കൺട്രി വളരെ ദൂരം ഓടിയതിനു ശേഷമാണ് ഫിനിഷിംഗ് പോയിന്റിലേക്ക്. അപ്പോൾ ഓട്ടത്തിന്റെ തുടക്കം മുതൽ ഈ കെനിയൻ റണ്ണറായിട്ടുള്ള ആബേൽ മുൻപിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. മറ്റെല്ലാവരും പുറകിലാണെങ്കിൽ ഇയാളെ തുടക്കം മുതൽ ഏറ്റവും മുമ്പിൽ ഓടിക്കൊണ്ടിരിക്കും. ഓട്ടം അവസാനിക്കുന്ന ഫിനിഷിംഗ് പോയിന്റിനടുത്ത് തൊട്ടുപുറകിൽ ഈ കെനിയൻ റണ്ണറായ ആബേലിന്റെ തൊട്ടുപുറകിൽ സ്പാനിഷ് റണ്ണറായിട്ടുള്ള ഇവാൻ ഫെർണാണ്ടസ് അവിടെ എത്തുന്നു. ഇവാൻ ഫെർണാണ്ടസ് ഒരു 50-70 മീറ്റർ പുറകിൽ. ആബേൽ ഓട്ടത്തിന്റെ ഓടിയോട്ട് എത്തുമ്പോൾ ഫിനിഷിംഗ് പോയിന്റ് പോലെ ഒരു ലൈൻ അദ്ദേഹം കാണും. ഫിനിഷിംഗ് പോയിന്റ് പോലെ അപ്പുറത്താണ്, അതിന് പുറകിൽ ഒരു ലൈൻ അദ്ദേഹം കാണും. അദ്ദേഹം ഫിനിഷിംഗ് പോയിന്റ് ആണ് ഓട്ടം അവസാനിപ്പിക്കും. നമുക്കറിയാം, ഒരു ഓട്ടം കൂടി ആളുകൾ വരുമ്പോഴേ ഓട്ടം അവസാനിക്കുന്നതിന് മുന്നോട്ട് മതി നടന്നു നിന്നില്ല. ആ ഫിനിഷിംഗ് പോയിന്റ് ഇയാൾ ഓട്ടം അവസാനിപ്പിച്ച് മുന്നോട്ട് 100 മീറ്റർ പുറകിൽ നിൽക്കുന്ന ഇവാൻ ഫെർണാണ്ടസ് പറയുകയാണ്, ആബേൽ നിങ്ങൾ ഓട്ടം നിർത്തരുത്. അത് ഫിനിഷിംഗ് പോയിന്റ് അല്ല, അതിനടുത്താണ് ഫിനിഷിംഗ് പോയിന്റ്. ഓട്ടം നിർത്തരുത്. ഈ ഇവാൻ ഫെർണാണ്ടസ് പറഞ്ഞത് അദ്ദേഹത്തിന് സ്പാനിഷ് ഭാഷയിലാണ്. കെനിയൻ ഓട്ടക്കാരനായിരിക്കുന്ന അബേലിന് ഇയാൾ പറഞ്ഞത് മനസ്സിലായി. എങ്കിലും ഈ ഇവാൻ ഓടി പുറകിലെത്തുമ്പോൾ ഈ ഇവാന്റെ പുറകിലേക്ക് ആബേലിന്റെ പുറകിലേക്ക് ഇവാൻ ഓടി എത്തുമ്പോൾ ആബേലിനെ തള്ളി ആ ഫിനിഷിംഗ് പോയിന്റ് രണ്ടാമത് ഇവാൻ ഫെർണാണ്ടസ് എത്തുന്നു. ഓർക്കുക, ഇവാൻ ഫെർണാണ്ടസിന് വേണമെങ്കിൽ ഈ ആബേലിനെ പിന്തള്ളി 1ാം സ്ഥാനം കരസ്ഥമാക്കി. അദ്ദേഹം കരസ്ഥമാക്കി. അദ്ദേഹം അവിടുന്ന് ഇവിടെ പത്രക്കാരനെ ചുറ്റുകൂട്ടിയിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, ഇവാൻ ഫെർണാണ്ടസ്, നിങ്ങൾ ഒത്തിരി മണ്ടത്തോടെ നിങ്ങൾക്ക് സുഖമായി 1ാം സ്ഥാനം കരസ്ഥമാക്കാനായിരുന്നു, നിങ്ങൾ എന്തുകൊണ്ടത് കരസ്ഥമാക്കി? ഇവാൻ ഫെർണാണ്ടസ് പറഞ്ഞു, ഐ ആം ക്രിസ്ത്യൻ. എനിക്ക് അർഹമല്ലാത്ത വിജയം എനിക്ക് ആവശ്യമില്ല. ജയിക്കുന്നതും ജയിപ്പിക്കുന്നതും തുല്യമാണ്. എനിക്ക് അർഹമില്ലാത്ത വിജയം എനിക്ക് ആവശ്യമില്ല. ഐ ആം ക്രിസ്ത്യൻ. ഓർത്തു നോക്കുക, ലോക മത്സരത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കുവാനുള്ള അവസരം സുഗമമായപ്പോൾ അദ്ദേഹം പറയുന്നു, എനിക്കത് വേണ്ട. ഈ ഓട്ടത്തിന്റെ തുടക്കം മുതൽ ഈ അവസാനം വരെയും ഏറ്റവും മുന്നിൽ നിന്നത് ആബേലാണ്. ആബേലിന് അർഹതപ്പെട്ട വിജയം എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് 2ാം സ്ഥാനക്കാരനായി വെള്ളി മെഡൽ നേടാനുള്ള വിശാല മനസ്കത ഇവാൻ ഫെർണാണ്ടസ് കാണിച്ചപ്പോൾ ഒരു ചോദിക്കാനുള്ള മറുപടി പറഞ്ഞതാണ്, ക്രിസ്ത്യൻ. ഇതാണ് നമുക്ക് ആവശ്യം. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഇടപെടലിൽ, നമ്മുടെ ചുറ്റുപാടിൽ ദൈവത്തെ, ക്രിസ്തുവിനെ കാണിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. ക്രിസ്തുവിനെ കാണിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ സുവിശേഷം. നമ്മുടെ മുമ്പിലിരിക്കുന്ന കുട്ടികളോട് നമ്മൾ പറയുകയാണ്, 100% മാർക്കോടുകൂടി നിങ്ങൾ വിജയിക്കും. പരീക്ഷയിൽ നിന്ന് മുഴുവൻ പേര് വിജയിക്കണം. അതിനപ്പുറത്ത് നമ്മൾ പഠിപ്പിക്കുന്ന പാഠങ്ങളുടെ പ്രായോഗിക ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടോ എന്നൊരു പരിശോധന നമുക്ക് ആവശ്യം. അവിടെയാണ് ക്രിസ്തുവിനെ നമ്മൾ സാക്ഷിയാക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം, we are representing and we present it with our words and with our actions and life. ഒന്നുകൂടി പറയാം, to transform for transforming others, to empower for empowering others, to witness Christ for making witness others. നമുക്ക് ഒരു രൂപാന്തരം എന്തിനു വേണ്ടിയാണ്? നമ്മുടെ മുമ്പിലിരിക്കുന്ന കുട്ടികളെ രൂപാന്തരപ്പെടുത്തുക. നമുക്കും ശാക്തീകരണം പ്രാപിക്കാം പരിശുദ്ധാത്മാവിൽ. എന്തിനു വേണ്ടി? നമ്മുടെ മുമ്പിലിരിക്കുന്ന കുട്ടികൾക്ക് ആ ശാക്തീകരണം പരിശുദ്ധാത്മാവിൽ. നമുക്ക് ക്രിസ്തുവിന്റെ സാക്ഷികളാകാം. എന്തിനു വേണ്ടി? മറ്റുള്ളവരെ ക്രിസ്തുവിന്റെ സാക്ഷികളാക്കുവാൻ വേണ്ടി. ഒരു അധ്യാപകനെ സംബന്ധിച്ച് ഈ 3 കാര്യങ്ങൾ, ദൈവത്തെ അറിയുന്നവനാണ്, ദൈവത്തെ അറിയിക്കുന്നവൻ. എങ്ങനെയാണ് ഞാൻ ദൈവത്തെ റെപ്രസെന്റ് ചെയ്യുന്നു? ദൈവത്തിന്റെ പ്രതിനിധിയായി മറ്റുള്ള ആളുകളെ മുമ്പിൽ എൻ്റെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒപ്പം എൻ്റെ ജീവിതം കൊണ്ടും പ്രദർശിപ്പിക്കുന്നു. വീണ്ടും പറയുന്നു, ഞാൻ രൂപാന്തരപ്പെടുന്നു. എന്തിനു വേണ്ടി? ട്രാൻസ്ഫോം അതേഴ്സ്. ഞാൻ ശക്തി പ്രാപിക്കുന്നു. ഫോർ വാട്ട്? ഫോർ എംപവറിംഗ് അതേഴ്സ്. ഞാൻ ക്രിസ്തുവിന്റെ സാക്ഷിയാകുന്നു. എന്തിനു വേണ്ടി? മറ്റുള്ളവരെ ക്രിസ്തുവിന്റെ സാക്ഷിയാകുന്നു. ഇത്തരത്തിൽ നമുക്ക് അധ്യാപകർക്ക് മാറാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ
ഏറ്റവും വലിയ സുവിശേഷിക്കുന്നു. അത് നമുക്ക് ചെയ്യാൻ കഴിയും. ഇനി ഒന്നുകൂടി ഞാൻ പറയട്ടെ, സൺഡേ സ്കൂൾ മറ്റാരുമില്ല, ലോകത്ത് 150 വർഷങ്ങൾക്കപ്പുറത്ത് ആരംഭിച്ച YMC എന്ന് പറയുന്ന പ്രസ്ഥാനം. ഞാനതിൻ്റെ ഒരു പഴയ പ്രവർത്തനം, അതുകൊണ്ടാണ് ആ സാക്ഷി ഞാൻ പറയുന്നത്. YMC പ്രസ്ഥാനം ആരംഭിച്ചത് ജോർജ് വില്യംസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ. കേവലം 19 വയസ്സ് മാത്രം പ്രായമുള്ള അവസരത്തിൽ അദ്ദേഹം ആരംഭിച്ചു. അദ്ദേഹം ഇംഗ്ലണ്ടിലെ സോമർസെറ്റ് എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശത്ത് ജനിച്ചു വളർന്ന ഒരു കർഷക കുടുംബത്തിലെ അംഗം. ആ കർഷക കുടുംബത്തിലെ അംഗമായ ഈ ജോർജ് വില്യംസ് എല്ലാ ദിവസവും എല്ലാ സൺഡേയും പള്ളിയിൽ പോവുകയും പള്ളിക്ക് ശേഷം സൺഡേ സ്കൂൾ പഠിക്കുകയും ചെയ്തു. എന്നിട്ട് 15ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ സൺഡേ സ്കൂൾ പഠനം പൂർത്തിയാക്കി. തുടർന്ന് 2 വർഷക്കാലം അദ്ദേഹം ഉൾപ്പെട്ടിരുന്ന സൺഡേ സ്കൂളിലെ അധ്യാപകനായി പ്രവർത്തിച്ചു. അതിനുശേഷം 18ാമത്തെ വയസ്സിൽ അദ്ദേഹം ലണ്ടനിലേക്ക് മാറി താമസിക്കും. ആ കാലഘട്ടത്തിൽ ഈ ഓട്ടോമേഷനൊക്കെ വന്ന വ്യവസായങ്ങളൊക്കെ ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ധാരാളം ചെറുപ്പക്കാർ ഈ പട്ടണങ്ങളിലേക്ക് ചേക്കേറുന്നു. അത് ലണ്ടൻ പട്ടണത്തിലേക്ക് ധാരാളം ചെറുപ്പക്കാർ ചേക്കേറിയ അവസരത്തിൽ അവർക്കാർക്ക് താമസിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. ജോർജ് വില്യംസ് അദ്ദേഹത്തിന് പ്രാഥമിക വിദ്യാഭ്യാസം അനുസരിച്ച് ലഭിച്ച ജോലി എന്ന് പറയുന്നത് ഒരു തുണിക്കടയിലെ സെയിൽസ്മാൻ ആയിട്ടുള്ള ജോലിയാണ്. ഇപ്പൊ ലണ്ടൻ പട്ടണത്തിലെ വളരെ വലിയ ഒരു തുണിക്കടയിൽ വസ്ത്രം മുറിച്ചു കൊടുക്കുന്ന ജോലിയായിരുന്നു ജോർജ് വില്യംസ്. ആ കാലഘട്ടത്തിൽ ധാരാളം ചെറുപ്പക്കാർ ഇത്തരം പട്ടണങ്ങളിലേക്ക് വന്നവർ താമസിക്കാനുണ്ട്. ദിവസം 12 മണിക്കൂർ ജോലി ചെയ്യണം. ഒരു ദിവസം 12 മണിക്കൂർ, രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി, 12 മണിക്കൂർ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഇവരെ അത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇവർക്ക് താമസ സൗകര്യമില്ല, വിനോദ ഉപാധികളില്ല. ഒട്ടുമിക്ക ചെറുപ്പക്കാരും അവര് ചൂതാട്ടക്കളങ്ങളിലേക്കും വേശ്യാലയങ്ങളിലേക്കും ഒക്കെ പോകാൻ, മദ്യശാലകളിലേക്കും ഒക്കെ പോകാൻ. അപ്പൊ അവരെ സംബന്ധിച്ച് ഇറങ്ങിയാലുടനെ ഇതാണ് അവരുടെ എന്റർടൈൻമെന്റ്. നമുക്കറിയാം, അച്ഛനോട് സൂചിപ്പിക്കുന്നത് പോലെ ദാസലഹരിയുടെ കാലഘട്ടത്തിലേക്ക് കുട്ടികൾ പോകുമ്പോൾ അതിനൊരു ഉപാധി പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയുന്നു. അപ്പൊ ഇങ്ങനെ പോയ അവസരത്തിൽ ജോർജ് വില്യംസ് ചെറുപ്പക്കാരൻ താൻ അടങ്ങുന്ന 19-20 വയസ്സുള്ള ചെറുപ്പക്കാരെ ചൂതാട്ടക്കാരിലേക്ക് സൺഡേ സ്കൂൾ ക്ലാസ് അദ്ദേഹത്തിന് ലഭിച്ച ആ വലിയൊരു പ്രചോദനം എന്ന് പറഞ്ഞു. തന്റെ കൂട്ടുകാരോട് പറഞ്ഞു, നമ്മൾ ഈ പോകുന്നത് ശരി. 3 വ്യത്യസ്ത സഭകൾപ്പെടുന്ന 12 ചെറുപ്പക്കാർ വളരെ ചെറിയൊരു മുറി അദ്ദേഹം വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, നമുക്കിതൊരു മാറ്റം, മറ്റൊന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല, നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹം തന്റെ ഈ സഹപ്രവർത്തകരുടെ കരകൾ ചേർത്ത് പിടിച്ചിട്ട് ആ 12 ചെറുപ്പക്കാർ ഒന്നിച്ച് പ്രാർത്ഥിച്ചു. ഈ ചെറുപ്പക്കാരെ നമുക്ക് ഈ ചൂതാട്ടക്കാരിൽ നിന്ന് മദ്യശാലയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരേണ്ടി, അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കും. ഒന്നിച്ച് കൈകോർത്ത് അവർ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ഒരു ജൂൺ മാസം 6-ാം തീയതി. അതാണ് ഇന്ന് ലോകം അറിയപ്പെടുന്ന ഏറ്റവും വലിയ എക്യുമെനിക്കൽ പ്രസ്ഥാനമായ YMC. എന്താണ് കാരണം? ഒരു സൺഡേ സ്കൂൾ ക്ലാസ്സിൽ നിന്ന് ലഭിച്ച പ്രചോദനം എന്റെ സഹപാഠികൾക്ക്, എന്റെ സഹപ്രവർത്തകർക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി എന്നെ കൊണ്ടാകുന്നത് ചെയ്യണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന, അത് വലിയൊരു മാറ്റം ലോകത്തുണ്ടാകുന്നത്. കാരണം ഇവിടെ എല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത്, നമുക്ക് ദൈവത്തെ കാണിച്ചു കൊടുക്കാനുള്ള അവസരം വാക്കുകളിലൂടെയല്ല, പ്രാർത്ഥനയിലൂടെ പ്രവർത്തനത്തിലൂടെയുമാണ് എന്ന് തിരിച്ചറിയാനായിട്ട്. അപ്പൊ ഇവിടെയാണ് നമ്മുടെ സാക്ഷ്യം എത്രത്തോളം ഉണ്ട്. 2 കാര്യങ്ങൾ പറഞ്ഞു. ദൈവത്തെ അറിയുന്നവരാണ്, ദൈവത്തെ അറിയിക്കുന്നവരാണ്. രണ്ടാമത്തെ ഒരു കാര്യം കൂടി പറയുകയാണ്, ദൈവഹിതം തിരിച്ചറിയുന്നവരാവണം, നിറവേറ്റുന്നവരാണ്. ഒരു അധ്യാപകനെ സംബന്ധിച്ച് രണ്ടാമത്തെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ദൈവഹിതം തിരിച്ചറിയുന്നവരാവണം, അത് നിറവേറ്റുന്നവർ. ദൈവഹിതം പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ എന്താണ് ഒരു മാർഗം? ബഹുമാനപ്പെട്ട അച്ഛനോട് സൂചിപ്പിക്കുമ്പോൾ വിവേകമുള്ള വാക്കുകൾ. പലപ്പോഴും നമുക്ക് വിവേകമുണ്ട് എങ്കിൽ ദൈവഹിതം തിരിച്ചറിയാം. അതുകൊണ്ടാണല്ലോ സലോമോൻ പ്രാർത്ഥിച്ചത്, എനിക്ക് വിവേകമുള്ള ഒരു ഹൃദയം. വിവേകമുള്ള ഒരു ഹൃദയം ലഭിച്ചു കഴിഞ്ഞാൽ ദൈവഹിതം എന്ത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അപ്പൊ ദൈവഹിതം തിരിച്ചറിയണമെങ്കിൽ ദൈവവചനത്തോടുള്ള നമ്മുടെ ആഭിമുഖ്യം നിലനിർത്തണം. എന്ന് പറഞ്ഞാൽ ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ ദൃഢമാകണം, സുസ്ഥിരമാകണം. ആ ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ ദൃഢമാകണമെന്നുണ്ടെങ്കിൽ ദൈവവചന പാരായണം നമ്മുടെ ജീവിതത്തിലെ
നിത്യവും ഉണ്ടായാൽ മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിയുവാനും അത് നിറവേറ്റുവാനുള്ള വലിയൊരു ഉത്തരവാദിത്വം നിലനിൽക്കുമ്പോൾ അത് പൂർത്തീകരിക്കാനുള്ള കടമ നമുക്കുണ്ട്. അതുകൊണ്ടാണ് തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിൽ പറയുന്നു, അവനെന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരം പറയുന്നു. അപ്പൊ ദൈവഹിതം അറിയണമെന്നുണ്ടെങ്കിൽ അവനെ വിളിച്ചപേക്ഷിക്കണം, ഞാൻ അവന് ഉത്തരം പറയും. അപ്പൊ തൊണ്ണൂറ്റാം സങ്കീർത്തനത്തിൽ രണ്ട് കാര്യങ്ങൾ പറയുന്നു. എന്റെ നാമം അറിയണം, അവനെ ഞാൻ നിലനിർത്തും. എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരം പറയും. അപ്പൊ വിളിച്ചപേക്ഷിക്കുന്നവന് ഉത്തരം കൊടുക്കുന്ന വലിയവനായ ആ വലിയനായ ദൈവത്തെ നമ്മുടെ കുട്ടികളിൽ മനസ്സിലേക്ക് പ്രവേശിപ്പിക്കുവാനുള്ള ആ വലിയ ഉത്തരവാദിത്വമാണ്. അത് നിർവഹിക്കപ്പെടുമ്പോൾ നമ്മുടെ അധ്യാപന ജീവിതം ഏറ്റവും മനോഹരമാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ച് പൊതുസമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ സഭ എന്ന് പറയുന്നതും സൺഡേ സ്കൂൾ എന്ന് പറയുന്നതും ദേവാലയം എന്ന് പറയുന്നതും ഈ പൊതുസമൂഹത്തിന്റെ ഭാഗമാണ്. അപ്പോൾ നമ്മുടെ സാക്ഷ്യം എന്ന് പറയുന്നത് ഇവിടെ മാത്രം ഒതുങ്ങുന്നതല്ല. ദേവാലയത്തിന് പുറത്ത് ഒരു പൊതുസമൂഹം ഉണ്ടെങ്കിൽ ആ പൊതുസമൂഹത്തിന് മുമ്പിൽ നമുക്കിത് അവതരിപ്പിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ള കാര്യം നാം മറക്കരുത്. വേദപുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-16 വാക്യത്തിൽ, മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കണം. വിശുദ്ധ വേദപുസ്തകത്തിൽ 3 ഉപമകൾ പ്രധാനമായും പറയുന്നത് ഉപ്പിന്റെ ഉപമ, രണ്ടാമത് പറയുന്നത് പുളിപ്പുള്ള മാവിന്റെ ഉപമ, മൂന്നാമത് വെളിച്ചത്തിന്റെ. ഈ 3 കാര്യങ്ങളും ഓർക്കുക, എല്ലാം പരിമിതമാണ്. ഉപ്പ് വളരെ അല്പം മാത്രം നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നു. ഭക്ഷണത്തിന് മുഴുവൻ രുചി പകരും. അല്പം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കും. അല്പം വെളിച്ചം ഇരുളിന് പ്രകാശമായി. എല്ലാം അല്പം. അവിടെയാണ് നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. നമ്മൾ വളരെ ലിമിറ്റഡ്, വളരെ കുറവാണ്. നമ്മളൊന്ന് ആലോചിച്ച് ഈ ലോക സമൂഹത്തിന് വേണ്ട, കേരളത്തിലെ പൊതുസമൂഹത്തിന് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം നൽകിയിരിക്കുന്ന എത്രയോ മാതൃകകളുണ്ട്. നമ്മുടെ ക്രൈസ്തവർ എന്ന് പറയുന്നത് വളരെ നോമിനലാണ്. കേരളത്തിലെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ താരതമ്യം ചെയ്താൽ നമ്മൾ വളരെ പരിമിതം. ഇത് നമ്മുടെ ഏകയുള്ള ജീവിതത്തിലെ കുടുംബജീവിതം, ഏക ഭാര്യ ഭർത്തൃ ജീവിതം, ഈ പൊതുസമൂഹത്തിൽ പഠിക്കുന്നത് നമ്മുടെ ആശുപത്രികൾ, നമ്മുടെ വിദ്യാലയങ്ങൾ ഒക്കെ ഈ പൊതുസമൂഹത്തിൽ നമ്മൾ കൊടുത്ത ചില നന്മകൾ, ചില ഉപ്പ ഈ പൊതുസമൂഹത്തിന്റെ രുചി മുഴുവൻ പകരാൻ ആവശ്യമായത് ഈ ക്രിസ്തു സഭ ഈ പൊതുസമൂഹത്തിൽ. ഒത്തിരി ആളുകൾക്ക് വരും, കുറച്ചാളുകൾ, വളരെ കുറച്ച് ആളുകൾ. നിങ്ങളൊക്കെ എഴുതിക്കുന്ന സ്ത്രീകൾ പറയാം, നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കാറില്ലേ? വിവിധ തരത്തിലുള്ള ചിക്കൻ ഉണ്ടാക്കുന്ന കാശ്മീരി ചിക്കൻ, ചില്ലി ചിക്കൻ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അവിടെയൊക്കെ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ആ ഭക്ഷണത്തിന് രുചി പറയുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഓർക്കുക, അല്പമായി നമ്മൾ ഈ സമൂഹത്തിന് കൊടുക്കുന്നത്, അല്പമായി നമ്മൾ നൽകുന്ന മാതൃകകൾ ഈ പൊതുസമൂഹത്തെ മൊത്തം മാറ്റാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞത്, മനുഷ്യൻ നിങ്ങൾ നല്ല പ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടത് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ആ വെളിച്ചം എന്ന് പറയുന്നത് ഈ പൊതുസമൂഹത്തെ മുഴുവൻ പ്രകാശിക്കും. ആ പ്രകാശത്തിലൂടെ ദൈവനാമം മഹത്വം. എന്താ നമ്മുടെ ഉത്തരവാദിത്വം? ഈ ലോകത്ത് ഒരു ക്രിസ്ത്യാനിയായി ഭൂമിയിൽ ജീവിക്കുമ്പോൾ സ്വർഗരാജ്യത്തിന് കെട്ടുപണിയിൽ പങ്കില്ല. ആ സ്വർഗരാജ്യത്തിന് വിപുലീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കും. ആ സ്വർഗരാജ്യത്തിന്റെ കെട്ടുപണിക്ക് ശക്തരായ പണിയാളുകളെ പരിശീലിപ്പിക്കും. ഇതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അപ്പോൾ നമ്മൾ വെളിച്ചമായി ഈ ലോകത്ത് നിൽക്കുമ്പോൾ ആ വെളിച്ചം നമുക്ക് പകരാനായിട്ട് കഴിയും. സമയം അറിയുന്നതുകൊണ്ട് കുറച്ചായതുകൊണ്ട് ഞാൻ അവസാനിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛനെത്തി. അതുകൊണ്ട് 2 കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവസാനിക്കും. നമ്മുടെ അധ്യാപകർ നമ്മുടെ കയ്യിൽ ലഭിച്ച ചരടുണ്ട്. ആ ചരട് ചലിക്കുന്നവനെ നിശ്ചലമാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്, മറിച്ച് നിശ്ചലമായതിനെ ചലിപ്പിക്കാനായിട്ട് ഉപയോഗിക്കും.
ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് നമ്മുടെ കയ്യിൽ കൺട്രോൾ ആക്റ്റീവായിട്ടുള്ള ആളുകളെ നിശ്ചലമാക്കാനാണ്, മറിച്ച് നിശ്ചലമായിട്ടുള്ളവരെ ആക്റ്റീവാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കും. ഇനിയും ഒരു സംഭവം കൂടി പറഞ്ഞു, സംഭവം കൂടി പറഞ്ഞു അവസാനിപ്പിക്കുക. അതും ടോക്കിയോ ഒളിമ്പിക്സിൽ നടന്ന ഒരു സംഭവമാണ്. ടോക്കിയോ ഒളിമ്പിക്സിലെ പുരുഷ ഹൈജമ്പ് നടക്കുകയാണ്. ഹൈജമ്പ് മത്സരത്തിൽ നമുക്കറിയാം, ഓരോ ഹൈറ്റ് വെച്ചിട്ട് അവർക്ക് ചാടാനുള്ള അവസരം കൊടുക്കും. അങ്ങനെ ഹൈജമ്പ് മത്സരത്തിൽ ആ ചാടാനുള്ള അവസരം കൊടുക്കുമ്പോൾ അതിൻ്റെ ഫൈനലിൽ എത്തുന്നത് രണ്ടുപേരാണ്. ഇറ്റലിയുടെ ജിയാൻ മാർക്കോ തമ്പേരിയും ഖത്തറിൻ്റെ മുംതാസ് ബാഷി. ഇവർ രണ്ടുപേരും ഹൈജമ്പിൻ്റെ ഫൈനൽ മത്സരത്തിൽ പങ്കുചേരുമ്പോൾ രണ്ടുപേരും 2.7 മീറ്റർ ഉയരം ചാടിക്കും. എനിക്ക് അധ്യാപകർക്ക് അറിയാം, ഹൈജമ്പ് മത്സരം നടക്കുമ്പോൾ ഒരു ലെവൽ വെച്ച് കഴിഞ്ഞ് അത് ചാടി കഴിയുമ്പോൾ അടുത്ത ലെവൽ വെച്ച് 3 ചാൻസ് വീണ്ടും ആളുകൾ കൊടുക്കും. അത് ക്വാളിഫൈ ചെയ്ത് കഴിയും. അങ്ങനെയാണ് വിജയെ കണ്ടെത്തുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും 2.7 മീറ്റർ ചാടിക്കഴിഞ്ഞ് അടുത്ത 2.4 മീറ്റർ ഹൈറ്റിലേക്ക് ബാർ വെച്ചു. ഇവരെ വിളിച്ചു. 2 പേർക്ക് 3 ചാൻസ് വെച്ച് കൊടുക്കും. ആദ്യം ഈ ഇറ്റലിയുടെ തമ്പേരി ചാടി, ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ല. അടുത്തത് ഭാഷി ചാടി, ഖത്തറിന്റെ ഭാഷി ചാടി, അദ്ദേഹത്തിന് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ല. വീണ്ടും അടുത്ത അവസരം കൊടുത്തു. അപ്പോൾ 3 അവസരം കൊടുത്തു കഴിഞ്ഞപ്പോൾ 3 അവസരത്തിൽ 2 പേർക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റി. അപ്പോൾ വീണ്ടും ഒഫീഷ്യൽ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു ചാൻസ് കൂടി തരാം എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോഴാണ് ഈ തമ്പേരി എന്ന് പറയുന്ന ഇറ്റലിയുടെ കായിക താരത്തിന് കാലിന് 3ാമത്തെ ചാൻസിൽ കാലിന് പരിക്ക് പറ്റി. 4ാമത്തെ സ്പെഷ്യലായിട്ട് കൊടുത്ത ചാൻസ് ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് കഴിയും. തമ്പേരി പറഞ്ഞു, ഞാൻ പിന്മാറുകയാണ്, എനിക്ക് ഇതിൽ പങ്കെടുക്കാനായിട്ട് കഴിയില്ല. അപ്പം ഭാഷയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് മുമ്പിൽ അവസരം കിട്ടുകയില്ല, അദ്ദേഹത്തിന് ചാടാനുള്ള അവസരം കിട്ടി. ഭാഷ ചാടുകയാണെങ്കിൽ അദ്ദേഹത്തിന് 1ാം സ്ഥാനം കിട്ടും, തമ്പേരിക്ക് 2ാം സ്ഥാനം. ഉടനെ ഭാഷ ആ ഓഫീഷ്യൽസിനൊക്കെ ചോദിച്ചു, യെസ് സർ, ഞാൻ ഈ മത്സരത്തിൽ നിന്ന് ഈ ചാൻസിൽ നിന്ന് പിന്മാറിയാൽ ഞങ്ങൾക്ക് 2 പേർക്കും 1ാം സ്ഥാനം ലഭിക്കുമോ? സ്വർണ്ണമെഡൽ ലഭിക്കുമോ? ഒരു ഓഫീഷ്യൽസ് പറഞ്ഞു, ഭാഷ പിന്മാറുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 പേർക്കും, തമ്പേരിക്കും ഭാഷയ്ക്കും ഒരുപോലെ 1ാം സ്ഥാനം ലഭിക്കുമെന്ന്. പെട്ടെന്ന് ഭാഷ പറയുക, ഞാൻ പിന്മാറും. അവിടെ നിന്ന് തമ്പേരി ഓടി വന്ന് ഈ ഭാഷയെ കെട്ടിപ്പിടിച്ചു. ജാതി ഇല്ല, രാജ്യമില്ല, മതമില്ല, ഞാനും ജയിക്കണം, ഇവനും ജയിക്കണം. ഈ ഒരു ചിന്ത നമ്മുടെ കുട്ടികളിലേക്ക് നമുക്ക് പകരാനായിട്ട് കഴിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് തീർച്ചയായും വിജയിക്കാനായിട്ട്, നമുക്ക് ദൗത്യം നിർവഹിക്കാനായിട്ട്. എൻ്റെ സമയം അവസാനിച്ചതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ എല്ലാം മനസ്സിൽ ഈ ഒരു ചിന്തയുള്ളതാണ്. ദൈവത്തെ അറിയുന്നവരാണ്, ദൈവത്തെ അറിയിക്കുന്നവരാണ്, ദൈവജനം തിരിച്ചറിയുന്നവരാവണം, അത് നിറവേറ്റാനായിട്ട്. നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികളാണ്, അവനെ നമ്മൾ പ്രസന്റ് ചെയ്യണം, അവനെ റെപ്രസെൻറ്റേറ്റീവാണ്. അതുകൊണ്ട് നമുക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ജീവിതത്തിൽ എംപവർമെന്റ്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ സാക്ഷ്യം എന്തിനു വേണ്ടി മറ്റുള്ളവരുടെ പാതകൾ, മറ്റുള്ളവരെ ശക്തീകരിക്കുക, മറ്റുള്ളവരെ സാക്ഷികളാക്കാൻ വേണ്ടി ഒരു വലിയ ജീവിതത്തിൻ്റെ ഉടമകളായി മാറാൻ നമുക്ക് കഴിയുന്നത് പ്രവർത്തനത്തിലേക്ക് എല്ലാവരോടും പറഞ്ഞല്ലോ, വളരെ അപ്ഡേറ്റഡായി ഇപ്പോഴും നിലനിൽക്കുന്ന ചാമ്പി സാർ, ഗോവ സാറിൻ്റെ ബെന്നി സാറിൻ്റെ ഒത്തിരി താഴെയാണ്. ബെന്നി സാറിൻ്റെ പേര് പറഞ്ഞു കേട്ടോ. ബെന്നി സാറിൻ്റെ ഞങ്ങളുടെ പ്രായപ്പെടുന്ന ഞങ്ങളുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആളുകളൊക്കെ ഇപ്പോഴും അപ്ഡേറ്റഡായിട്ട് നിൽക്കുന്നുവെന്ന് അറിയുന്നതിൽ ഏറെ സന്തോഷം. രാജൻ സാറൊക്കെ അവർക്ക് ഒത്തിരി ഞങ്ങളുടെ പ്രായത്തിൽ കുറഞ്ഞാണ്. അപ്പോൾ തീർച്ചയായിട്ടും പഴയ ഓർമ്മകളൊക്കെ ഒന്നുകൂടെ അയവറക്കാനും പഴയ മുഖങ്ങളൊന്നുകൂടെ കാണാനൊക്കെ രാജേഷ് അച്ഛനെ ഒരുക്കി തന്ന വലിയ സൗകര്യത്തിന് നന്ദി പറയുന്നു. വീണ്ടും കാണാം. ദൈവം നമ്മളെ എല്ലാവരെയും